ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ കെ പ്രഭാകരന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. MV ബെന്നി ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച മാധ്യമ പ്രവർത്തകനായിരുന്ന കെ പ്രഭാകരനെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ചുള്ളിക്കൽ ഗുരുമന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് എഴുത്തുകാരൻ MV ബെന്നി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച ആളുകൾ നടത്തുന്ന ഒരു കാലം ഇന്നിപ്പോൾ സ്വാഭാവികമായി പാർട്ടി വളർന്നു അധികാരമുണ്ട്. ആ മാറ്റമൊക്കെ സമൂഹത്തിലുണ്ട്. ഞാൻ മോശമായിട്ട് അന്നത് പറയുന്നു, പക്ഷെ അന്ന് അതായിരുന്നില്ല. അപ്പോൾ നിന്ന് പോരാടി അതിൻ്റെ മുന്നിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാർ പോകുന്നത് അദ്ദേഹമുണ്ടായിരുന്നു. വലിയ കൂട്ടുകാരാണ്. വികാര ജീവിയായതുകൊണ്ട് ഒരു തമാശ എനിക്ക് പറഞ്ഞ ചെറിയൊരു കാര്യം വന്നാൽ പുള്ളി അത് ശരിയാണെന്ന് പുള്ളിക്ക് തോന്നിയാൽ പുള്ളി അതിന് വേണ്ടി അവസാനം വരെ കഴിക്കും. VD മജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തമ്പി സുബ്രഹ്മണ്യം, കൗൺസിലർ റെഡീന ആന്റണി, KJ ആന്റണി, KB അനീഫ്, രാജീവ് പള്ളുരുത്തി, VP ശ്രീലൻ, റോഷൻ കുമാർ, അഭിലാഷ് തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. സാധാരണ ഒരു സമിതി കഴിഞ്ഞ ആളുകൾ സോഷ്യൽ മീഡിയ കാര്യക്ഷമമായി ഉപയോഗിക്കാത്ത ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ആനുകാലിക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മേഖലകളിൽ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ DYFI പഴയ KSYF ആയിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ അകത്ത് ഈ പനയപ്പള്ളി ഈ പ്രദേശമാണ് പനയപ്പള്ളി സ്കൂളിൻ്റെ ഈ ഭാഗം. ഇതിൻ്റെ തൊട്ടടുത്താണ് പനയപ്പള്ളി സ്കൂള്. KSYFിൻ്റെ ഒരു മേഖലാ സമ്മേളനത്തിൻ്റെ റാലി നയിച്ചുകൊണ്ട് നല്ല പാൻറ്റൊക്കെ ഇട്ട് മുമ്പിൽ നിന്ന് ജയിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ കമ്മിറ്റി മെമ്പർ, AIVFിൻ്റെ ജില്ലാ ജോലി, അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിച്ച സമയത്താണ് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി ഈ ഡിവിഷനിലേക്ക് ഞാൻ കൗൺസിലർ ആവുന്നതിന് മുമ്പ് ഈ ഡിവിഷനിലേക്ക് ഞാൻ വരുന്നതും എന്നെ പരിചയപ്പെടുത്തുന്നതും അച്ഛനാണ്. ഒരു 6 മാസക്കാലം ഞാൻ ആ വീട്ടിൽ അച്ഛനോടൊപ്പം ജീവിച്ച ആളാണ്. ഒരു മകളെന്ന രീതിയിലാണ് എന്നെ എല്ലായിടത്തും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഘടന അച്ഛൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ ദിവസം വച്ചതിൽ അതിലെനിക്ക് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാൻ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.